ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അബൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള അടിപൊളി മന്തി റെസിപ്പി ആയിട്ടാണ്. പല ടൈപ്പിൽ നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് റെസിപ്പീസും ഉണ്ട്. ഇതിപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ഒരു പെർഫെക്ഷനിലും അതേ ടേസ്റ്റിലുമാണ് നമ്മൾ ഈ മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 30 മിനിറ്റെങ്കിലും ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അരി ഒന്ന് സോക്കായി വരുന്ന ഈ ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോൻ്റെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആ ഫുൾ ചിക്കൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ്. ഇതിന് നമുക്ക് തൊലിയോട് കൂടിയുള്ള ചിക്കൻ ആണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പം എനിക്ക് തൊലിയുള്ള ചിക്കൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചിക്കൻ എടുത്തിട്ടുള്ളത്. തൊലിയോടെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലൊരു ഫോർക്കോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ചിക്കനിലൊന്ന് കുത്തി കൊടുക്കണം. നമ്മുടെ ഈ ചിക്കനിലെ മസാലയെല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കനിൽ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. 2 പീസ് ചിക്കനിൽ നമുക്കിതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ചിക്കനിൽ ഞാൻ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രമാണ് എടുക്കുന്നത്. ഇതിൽ തന്നെയാണ് ചിക്കൻ കുക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മൂടിയുള്ള ടൈപ്പ് പാത്രം വേണം നമ്മൾ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 മാഗി ക്യൂബ് ചെറുതായിട്ട് കൈകൊണ്ട് പൊട്ടിച്ചിടുന്നുണ്ട്. മാഗി ക്യൂബ്, ചിക്കൻ സ്റ്റോക്ക് എന്നെല്ലാം പറഞ്ഞ് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മന്തി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന ചിക്കനിൽ അതേ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഞാൻ വീഡിയോയ്ക്കും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മസാല എല്ലായിടും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ചിക്കനിൽ മസാല എല്ലാം നന്നായിട്ടൊന്ന് തേച്ചതിന് ശേഷം ഞാനൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കൂടുതൽ വെച്ചാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ട് ഒരു 20 മിനിറ്റേ വെക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അതിന് ഞാനൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഈ ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി വരാനാണ് ഞാനിങ്ങനെ തുറന്ന് വെച്ച് 5 മിനിറ്റിൽ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുന്നത്. ഇതൊന്നായി വരുന്ന ടൈമിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്ന പാത്രം കൂടി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് ഒരു പട്ടയില, ഒരു തക്കോലം, 8 ഏലക്ക, 3 കറുവപ്പട്ട, 3 ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നായി വന്നാൽ ഇതിലേക്ക് 3 മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കൂടെ കുക്ക് ചെയ്തെടുക്കണം. അതും 5 മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ ടൈം കൊണ്ട് നമ്മുടെ സവാള അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും മുഴുവൻ മുളക് 3 എടുത്തതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മുളക് അരിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല, മുഴുവത്തോടെ ചേർത്ത് കൊടുക്കണം. കാരണം നമുക്ക് എരിവിന് വേണ്ടിയിട്ടല്ല ചേർക്കുന്നത്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ചിക്കനും റൈസും ഒരേപോലെ ആയാലേ നമുക്ക് ദം ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് രണ്ടും അപ്പുറം ഇപ്പുറം വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്.
ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളത്തിന് പകരം ഞാൻ തക്കാളി 3 എണ്ണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് 1 കപ്പിന് പകരമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 6 കപ്പ് വെള്ളമാകും. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ റൈസ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കറക്റ്റ് അളവിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനിൽ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ വെള്ളം ഒന്ന് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം തന്നെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സോഫ്റ്റായി കിടണം. അതാണ് നമുക്ക് ഈ മന്തിയിലെല്ലാം വേണ്ടത്. പിന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ടൈമിൽ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം നമ്മുടെ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. റൈസ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈമിലെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പം ഇതാ വെള്ളമെല്ലാം വറ്റിയിട്ട് നമ്മുടെ റൈസിൽ ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈമിൽ തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. റൈസിലെ വെള്ളമെല്ലാം വറ്റി ഇപ്പോൾ റൈസും ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ദം ചെയ്യാൻ പോകുന്ന ഈ ഒരു പാത്രത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് ആ ചിക്കൻ എല്ലാം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും ഓയിലും ആയിട്ടുള്ള ആ വെള്ളം ഒന്ന് കോരി മാറ്റുന്നുണ്ട്. വെറും 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിനകത്ത് തന്നെ വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇങ്ങോട്ട് കോരിയെടുക്കുന്നുണ്ട്. ദം ചെയ്യുന്ന ടൈമിൽ നമ്മുടെ റൈസ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിൽ തന്നെ വെച്ചേക്കുന്നത്. ഇതാ ഇത്രയും ചിക്കൻ സ്റ്റോക്ക് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. പകുതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഓയിൽ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ യെല്ലോ കളറും റെഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ വീഡിയോയ്ക്ക് ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കുമ്പോൾ ആ ഒരു കളറും നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് വീഡിയോയിൽ ഞാൻ കാണിക്കുമ്പോൾ അതുപോലൊരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ബാക്കിയുള്ള റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇടയിൽ ഫസ്റ്റ് ലെയറിൽ ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ടോപ്പിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്ക് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കണ്ട, കാരണം നമുക്ക് ചിക്കനിലേക്ക് ഒഴിക്കാനും കുറച്ച് വേണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ കൂടി വെച്ച് കൊടുക്കാം. ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ചിക്കൻ സ്റ്റോക്ക് കൂടെ ആ ചിക്കൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുഴുവൻ പച്ചമുളക് കൂടെ അവിടെ ഇവിടെയായിട്ട് 3-4 കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസിലിട്ടിട്ടുള്ള ആ ഒരു ഉണക്ക നാരങ്ങ ഇവിടെ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ അതിൻ്റെ ടോപ്പിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ പുറത്തായിട്ട് ചെറിയൊരു ബൗളിലേക്ക് ചാർക്കോൾ കൂടെ കത്തിച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചിരട്ടക്കരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു 20 മിനിറ്റ് വെച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ദം ചെയ്തെടുക്കാം. ഈ ടൈം കൊണ്ട് നമുക്ക് ഈ മന്തിയിലേക്കുള്ള ആ ഒരു ചട്നി തയ്യാറാക്കി എടുക്കാം. അതിന് 2 തക്കാളി, ഒരു വലിയ സവാള, കുറച്ച് മല്ലിയില, 3 പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ റൈസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പെർഫെക്റ്റ് മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും കാണാനും എല്ലാം ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരേക്കും ബായ്.